നമുക്കിന്ന് പഠിക്കേണ്ടത് കേരളം ഭരണവും ഭരണ സംവിധാനവും. കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലെ കുടുംബശ്രീയാണ്. കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലെ കുടുംബശ്രീയാണ്. അത്യാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കുടുംബശ്രീയാണ്. കുടുംബശ്രീ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് തുടങ്ങാം. പഠിക്കേണ്ടത് കുടുംബശ്രീയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ ഏതാണ്? ആൻസർ കുടുംബശ്രീ. ഡയറക്റ്റ് പ്രീവിയസ് ചോദ്യമാണ്. ഓൺ വേർഡ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയുടെ പേര് ഏത്? ആൻസർ കുടുംബശ്രീയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏത്? ആൻസർ തന്നെയാണ് കുടുംബശ്രീ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ നിലവിൽ വന്ന വർഷം 1998 ആണ്. 1998 മെയ് മാസം 17 തീയതി. കുടുംബശ്രീ നിലവിൽ വന്ന വർഷം 1998 മെയ് 17. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്ന ദിനം മെയ് 17. ചോദിക്കാം. അടുത്ത കാലത്ത് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ ദിനം എന്നാണ്. ആൻസർ മെയ് 17. കുടുംബശ്രീ നിലവിൽ വന്ന വർഷം ഏത്? 1998 മെയ് 17 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ 25ാം വാർഷികം ആഘോഷിച്ച വർഷം ഏത്? കുടുംബശ്രീയുടെ 25ാം വാർഷികം ആഘോഷിച്ചത് 2023 അതുകൊണ്ട് തന്നെയാണ് പ്രാധാന്യം. കുടുംബശ്രീയുടെ 25ാം വാർഷികം പൂർത്തിയായത് 2023 എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ 25ാം വാർഷികങ്ങൾ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ്. പേരെന്താണ്? ദ്രൗപദി മുർമു ആണ്. കുടുംബശ്രീയുടെ 25ാം വാർഷികങ്ങൾ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? ആൻസർ ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ ചോദിക്കാം. കറണ്ട് അഫയേഴ്സിലൊക്കെ ചോദിക്കാം. ദ്രൗപദി മുർമു ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? ആൻസർ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ആണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യയുടെ എത്രാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. എന്നാൽ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര്? അത് പ്രതിഭ പാട്ടീൽ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ദ്രൗപദി മുർമു പഠിച്ചിരിക്കേണ്ട മറ്റൊരു ചോദ്യം, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് ചോദിച്ചാലും ആൻസർ ആര് തന്നെയാണ്? ദ്രൗപദി മുർമു. അപ്പൊ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്നത് വരെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന പദവി ആർക്കായിരുന്നു? ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന പദവി ആർക്കായിരുന്നു? അത് ആൻസർ നീലം സഞ്ജീവ റെഡ്ഡി. ആൻസർ നീലം സഞ്ജീവ റെഡ്ഡി എന്ന കാര്യം ഓർമ്മയിട്ട്. അപ്പോൾ ദ്രൗപദി മുർമു ആണ് കുടുംബശ്രീയുടെ 25ാം വാർഷികങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. എന്നാൽ ആദ്യത്തെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിതയുടെ പേര് പ്രതിഭ പാട്ടീൽ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാലും ദ്രൗപദി മുർമു എന്ന കാര്യം ഓർമ്മിച്ച് വയ്ക്കാം. ദ്രൗപദി മുർമു രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന പദവി റെക്കോർഡ് ആരുടെ പേരിലായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. അപ്പൊ നീലം സഞ്ജീവ റെഡ്ഡി എന്ന രാഷ്ട്രപതിയുടെ റെക്കോർഡാണ്, പ്രായം കുറഞ്ഞ എന്ന റെക്കോർഡാണ് ദ്രൗപദി മുർമു മറികടക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ ദ്രൗപദി മുർമു. അവിടെ തന്നെ ഒരു മുൻകാല ചോദ്യമുണ്ട്, ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതിയുടെ പേര് എന്ത്? KR നാരായണൻ. പ്രായം കുറഞ്ഞതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ന് കാണും, ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി കാണും. അത് മലയാളിയായ KR നാരായണൻ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ നിലവിൽ വന്ന വർഷം 1998 മെയ് 17. കുടുംബശ്രീ ദിനം എന്ന് ചോദിച്ചാൽ മെയ് മാസം 17 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. കുടുംബശ്രീയുടെ 25ാം വാർഷികം പൂർത്തീകരിച്ചത് 2023. കുടുംബശ്രീയുടെ 25ാം വാർഷികങ്ങൾ ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ 25ാം വാർഷികങ്ങളുടെ വേദി തിരുവനന്തപുരമാണ്. ആൻസർ എവിടെയാണ്? തിരുവനന്തപുരം. കുടുംബശ്രീയുടെ 25ാം വാർഷികങ്ങളുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ
തിരുവനന്തപുരം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. തിരുവനന്തപുരം എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ചുവട്. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഏത്? ആൻസർ ചുവട് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി പഠിക്കേണ്ടത് കുടുംബശ്രീ ആരംഭിച്ച ഗവൺമെന്റ് ഏതാണ്? കുടുംബശ്രീ ആരംഭിച്ച ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണ്. കുടുംബശ്രീക്ക് ആരംഭം കുറിച്ച ഗവൺമെന്റ് ഏത്? ആൻസർ കേരള ഗവൺമെന്റ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. എന്നാൽ കുടുംബശ്രീക്ക് ആവശ്യമായ പിന്തുണ സപ്പോർട്ട് നൽകുന്ന ഗവൺമെന്റ് ഏത്? ആവശ്യമായ പിന്തുണ നൽകുന്ന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ്. രണ്ടും തമ്മിൽ തിരിയരുത്. കുടുംബശ്രീ ആരംഭിച്ച ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണ്. കുടുംബശ്രീക്ക് ആവശ്യമായ പിന്തുണ നൽകുന്ന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആണ്. എന്നാൽ കുടുംബശ്രീക്ക് ആവശ്യമായ ധനസഹായം നൽകുന്ന ബാങ്ക് ഏത്? കുടുംബശ്രീക്ക് ആവശ്യമായ ധനസഹായം നൽകുന്ന ബാങ്ക് ആൻസർ നബാർഡ്. ആൻസർ നബാർഡ് എന്ന കാര്യം 3 പോയിന്റും കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ ആരംഭിച്ചത് കേരള ഗവൺമെന്റ്, കുടുംബശ്രീക്ക് പിന്തുണ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ്, കുടുംബശ്രീക്ക് ആവശ്യമായ ധനസഹായം നൽകുന്ന ബാങ്ക് ഏത്? നബാർഡ് ആണ്. ഗ്രാമവികസനത്തിനും കൃഷിക്കുമായി രൂപീകൃതമായ ബാങ്ക്, ഗ്രാമവികസനത്തിനും കൃഷിക്കുമായി രൂപീകൃതമായ ബാങ്ക് ഏത്? നബാർഡ് ബാങ്ക് ആണ്. നബാർഡ് ബാങ്കിനെ പറ്റി പറയുമ്പോൾ രൂപീകൃതമായത് 1982 ജൂലൈ 12 ആണ്. 1982 ജൂലൈ മാസം 12-ാം തീയതി ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം, കമ്മിറ്റി ഏതാണ്? ശിവരാമൻ കമ്മിറ്റി. ശിവരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സ്ഥാപിതമായ ബാങ്ക് ഏത്? പ്രീവിയസ് ചോദ്യമാണ്. നബാർഡ് ബാങ്ക്. നബാർഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. നബാർഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ എന്ന കാര്യം കൂടി ഓർക്കുക. നബാർഡ് നമ്മളൊരു 3 പോയിന്റ്, 3 പ്രീവിയസ് ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ കൂട്ടത്തിൽ കണക്റ്റിംഗ് ആയിട്ട് പഠിച്ചത്. കുടുംബശ്രീക്ക് ആവശ്യമായ ധനസഹായം നൽകുന്ന ബാങ്കാണ് നബാർഡ്. ഗ്രാമവികസനം, കൃഷി എന്നീന്നാണ്, എന്നേക്ക് മുൻകൈ എന്നാണ് മുൻതൂക്കം നൽകുന്ന ബാങ്ക് എന്ന് ചോദിച്ചാലും നബാർഡ് ബാങ്ക് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. നബാർഡ് ബാങ്ക് രൂപീകൃതമായ വർഷം 1982 ജൂലൈ 12 ആണ്. നബാർഡ് ബാങ്കിന്റെ ആസ്ഥാനമാണെങ്കിൽ മുംബൈ ആണ്. നബാർഡ് ബാങ്ക് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര് ശിവരാമൻ കമ്മിറ്റി. തിരിയരുത്, അവിടെ പ്രീവിയസ് ആയിട്ട് ഓപ്ഷനിൽ തന്നെ കാണും ശിവരാജൻ കമ്മിറ്റി. ഏതാണ്? സോളാർ. കേരളത്തിൽ സോളാർ അഴിമതിയെ പറ്റി അന്വേഷണം നടത്തിയ കമ്മിറ്റിയാണ് ശിവരാജൻ കമ്മിറ്റി. ശിവരാജൻ കമ്മിറ്റി സോളാർ അഴിമതി അന്വേഷിച്ച കമ്മിറ്റിയാണ് ശിവരാജൻ കമ്മിറ്റി. എന്നാൽ ശിവരാമൻ കമ്മിറ്റി ആണെങ്കിൽ നബാർഡ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി. രണ്ടും തമ്മിൽ ആശയക്കുഴപ്പം വരുത്താതെ കൃത്യതയോടെ ഒന്ന് പഠിച്ച ശിവരാമൻ കമ്മിറ്റി പ്രീവിയസ് ആയിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർമ്മയുടെ. കുടുംബശ്രീക്ക് ധനസഹായം നൽകുന്ന ബാങ്കിന്റെ പേര് നബാർഡ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. ഇനി ഓർക്കേണ്ടത് കുടുംബശ്രീ നിലവിൽ വന്ന ജില്ല. കുടുംബശ്രീ നിലവിൽ വന്ന ജില്ല ഏത്? അല്ലെങ്കിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ജില്ല ഏത്? മലപ്പുറം ജില്ല. ആൻസർ ഏതാണ്? മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത് 1998 മെയ് 17. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആര്? അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ AB വാജ്പേയി ആണ്. കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ? അവിടെ പഠിക്കേണ്ടത് കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. കാലാവധി 5 വർഷം പൂർത്തിയാക്കുന്ന ആദ്യത്തെ കോൺഗ്രസുകാരനല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആര്? AB വാജ്പേയി, BJP എന്ന കാര്യം കൂടി ഓർമ്മയിട്ട്. അവിടെയും തിരിയാതെ ഓർക്കേണ്ടത് കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ രണ്ടാമത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയുടെ പേരാണ് നിലവിലത്തെ വ്യക്തി നരേന്ദ്ര മോദി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കുക. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത വ്യക്തി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ദിനം 1998 മെയ് 17. ഉദ്ഘാടനം ചെയ്ത ജില്ലയെന്നോ സ്ഥലമെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. വാജ്പേയിയുടെ 2 പോയിന്റ് നമ്മൾ പഠിച്ചത് ഓർമ്മയിട്ട് വയ്ക്കേണ്ടത് കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ AB വാജ്പേയിയും, കാലാവധി പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ
കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ നരേന്ദ്ര മോദി. നിലവിലത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി എന്ന കാര്യം കൂടി പറയാം. തെറ്റിക്കേണ്ടതായിരിക്കും ഒരു പോയിന്റ് ഓർക്കേണ്ടത്. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര്? ചോദ്യം. ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആര്? ആൻസർ മൊറാർജി ദേശായി ആണ്. ആൻസർ മൊറാർജി ദേശായി ആണ്. ദേശായിക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി 1977 അടിയന്തരാവസ്ഥ 75 അടിയന്തരാവസ്ഥയൊക്കെ പിൻവലിക്കുന്ന കാലത്ത് പ്രധാനമന്ത്രി. 77 മുതൽ 1979 വരെയാണ്. എന്നാൽ വാജ്പേയി കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 98, 2004 കാലഘട്ടത്തിൽ നിന്നാണ് കാലാവധി പൂർത്തിയാക്കാൻ വാജ്പേയിക്ക് കഴിഞ്ഞു എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കണം. ആ 2 പോയിന്റും കൃത്യതയോടെ തിരിയാതെന്ന് ഓർക്കാം. അതുപോലെ തന്നെ വാജ്പേയി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. വിവാഹം കഴിക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? വിവാഹം കഴിക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ആൻസർ AB വാജ്പേയി. പ്രീവിയസ് ചോദ്യമാണ്. അവിടെ AB വാജ്പേയി വിവാഹം കഴിക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയി. വിവാഹം കഴിക്കാത്ത ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇതിന്റെ സമകാലികനായ ഒരു രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാം ആണ്. വിവാഹം കഴിക്കാത്ത ഇന്ത്യയുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം എങ്കിൽ വിവാഹം കഴിക്കാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. രണ്ടും തമ്മിൽ തിരിയാതോടെ ഒന്ന് ഓർമ്മയിട്ട്. അപ്പോൾ വാജ്പേയി അനുബന്ധ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. അടുത്ത പഠിക്കേണ്ടത് കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി KR നാരായണൻ. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി KR നാരായണൻ. നമുക്കറിയാം രാഷ്ട്രപതിയാകുന്ന ആദ്യം മലയാളി. ഇതുവരെ ഒരു രാഷ്ട്രപതി മാത്രമേ എന്തായിട്ടുള്ളൂ? മലയാളി ആയിട്ടുള്ളൂ. ആ വ്യക്തി KR നാരായണനാണ്. നാരായണൻ ചോദിക്കുമ്പോൾ മറ്റൊരു ചോദ്യമാണ് ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി ആര്? ആൻസർ ആര് തന്നെയാണ്? KR നാരായണനോട് 5, 10, 11, 15 ഇത്രയും പേരുകൾ കൃത്യതയോടെ എടുത്ത് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. 5ാമത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 5ാമത്തെ രാഷ്ട്രപതിയുടെ പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 10ാമത്തത് നമ്മുടെ മലയാളിയായ KR നാരായണൻ. 11ാമത്തത് ജനങ്ങളുടെ രാഷ്ട്രപതി എന്നൊക്കെ അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം. 11ാമത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. 15 തുടക്കത്തിൽ പറഞ്ഞു നിലവിലത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ഇപ്പം കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി KR നാരായണൻ. രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ മലയാളി എന്ന് ചോദിച്ചാൽ KR നാരായണനാണ്. ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാലും KR നാരായണൻ. 1997നും 2002 കാലഘട്ടത്തിലാണ് KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി പദവി വഹിച്ചിരുന്നത്. അപ്പൊ രാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടം KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന കാലഘട്ടം 1997 മുതൽ 2002 വരെ. നാരായണൻ മറ്റൊരു ചോദ്യം കൂടി ഓർമ്മയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു പ്രായം കൂടിയ രാഷ്ട്രപതി. ആൻസർ ആർ തന്നെയാണ്? KR നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ആൻസർ ആർ തന്നെയാണ്? KR നാരായണൻ. അടുത്ത കാലത്ത് ചോദിച്ചു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ രാഷ്ട്രപതി ആര്? ആൻസർ രാംനാഥ് കോവിന്ദ്. ദ്രൗപദി മുർമുവിന് മുമ്പ് രാഷ്ട്രപതിയായിരുന്ന വ്യക്തിത്വമാണ് രാംനാഥ് കോവിന്ദ്. ഓപ്ഷനിൽ 2ാമത്തെ വ്യക്തി ചോദിച്ചപ്പോൾ ഓപ്ഷനിൽ ആരുണ്ടായിരുന്നു? KR നാരായണൻ ഉണ്ടായിരുന്നു. അപ്പം പഠിക്കേണ്ടത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി KR നാരായണനെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള 2ാമത്തെ രാഷ്ട്രപതിയുടെ പേരാണ് രാംനാഥ് കോവിന്ദ്. പേരെന്താണ്? രാംനാഥ് കോവിന്ദ് എന്ന കാര്യം കൂടിയും ഓർമ്മയിട്ട് വയ്ക്കേണ്ടതാണ്. അടുത്ത പഠിക്കേണ്ടത് കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാരായിരുന്നു. EK നയനാർ. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ആൻസർ EK നയനാർ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് EK നയനാരാണ്. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിത്വം. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിത്വം EK നയനാരാണ്. 3 തവണ EK നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വഹിച്ചപ്പോൾ 4009 ദിവസം നയനാര് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? ആൻസർ EK നയനാർ. കണക്ടിംഗ് ആയിട്ട് പഠിക്കാം. ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും കുറച്ചുണ്ടാവും. ഏറ്റവും കുറച്ചു കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ലീഗുകാരനായ CH മുഹമ്മദ് കോയ. മുസ്ലിം ലീഗുകാരനായ CH മുഹമ്മദ് കോയ എന്ന കാര്യം കൂടി
ഓർമ്മയിട്ട് വെക്കുക. ക്ലിയർ? അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം EK നായനാർ, ഏറ്റവും കുറച്ചു കാലം CH മുഹമ്മദ് കോയ. അടുത്ത കാലത്ത് കറണ്ട് അഫയേഴ്സിൽ ഒരു ചോദ്യം ഉണ്ടായി, നമുക്ക് അറിയാമായിരിക്കും. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം, പദപ്രയോഗം കൃത്യമായിട്ട് പഠിക്കാം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തുടരുന്ന വ്യക്തി ആര്? ആൻസർ നിലവിലത്തെ വ്യക്തിയാണ് പിണറായി വിജയനാണ്. നിലവിലത്തെ വ്യക്തിയാണ് ആരാ? പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആരുടെ റെക്കോർഡാണ് മറികടന്നത്? അതായത് പിണറായി വിജയന് ആ റെക്കോർഡ് കൈവരുന്നത് വരെ അത് ആരുടെ പേരിലായിരുന്നു ആ റെക്കോർഡ് എന്നത്? അത് C അച്യുത മേനോന്റെ പേരിലായിരുന്നു. ആരുടെ പേരിലായിരുന്നു? C അച്യുത മേനോൻ. മുഖ്യമന്ത്രിയുടെ ഒരു 3 പോയിന്റ് നമ്മൾ പഠിച്ചു. EK നായനാർ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി EK നായനാർ 4009 ദിവസം. ഏറ്റവും കുറച്ചു കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ 54 ദിവസം. തുടർച്ചയായ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ? ഇനി ഓർക്കാം, കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര്? കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആൻസർ പാലോളി. ആൻസർ പാലോളി മുഹമ്മദ് കുട്ടിയാണ്. ആൻസർ പാലോളി മുഹമ്മദ് കുട്ടി. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പേര് ആൻസർ പാലോളി മുഹമ്മദ് കുട്ടി എന്ന കാര്യം ഓർക്കാം. പാലോളി മുഹമ്മദ് കുട്ടി ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ മറ്റൊരു പേര് കാണുമാരാ? PK ചാത്തൻ മാസ്റ്റർ. ആരാ പറഞ്ഞേ? PK ചാത്തൻ മാസ്റ്റർ. കേരളത്തിന്റെ ആദ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പേരാണ് PK ചാത്തൻ മാസ്റ്റർ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കുക. എന്നാൽ കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പേര് പാലോളി മുഹമ്മദ് കുട്ടി. പേരെന്നോടി പറഞ്ഞേ? പാലോളി മുഹമ്മദ് കുട്ടി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ ആവും? എന്നാൽ കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ പേര് നിലവിലാണെങ്കിൽ MB രാജേഷ് ആണ്. നിലവിലാണെങ്കിൽ ആരാണ്ട? MB രാജേഷ്. അത് റാങ്ക് ഫയലിലൊക്കെ കുറച്ച് മുമ്പുള്ള റാങ്ക് ഫയലാണെങ്കിൽ അതിലാരാണ്? MV ഗോവിന്ദൻ മാസ്റ്റർ കാണും. ആര് കാണും? MV ഗോവിന്ദൻ മാസ്റ്റർ കാണും. അത് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന മന്ത്രിസഭ പുനർസംഘടനാ സമയത്ത് വകുപ്പുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. അത് വേറെ ഒന്നില്ല, കൃത്യമായിട്ട് ഒന്ന് കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇവിടെ CPIM കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. 2022 ഒക്ടോബർ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ അന്തരിക്കുന്നു. ആ സമയത്ത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിലേക്ക് ആരെത്തുന്നു? MV ഗോവിന്ദൻ മാസ്റ്റർ എത്തുന്നു. അതുവരെ MV ഗോവിന്ദൻ മാസ്റ്റർ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവി ആർക്ക് ലഭിച്ചു? MV ഗോവിന്ദൻ മാസ്റ്ററിന് ലഭിച്ചു. ആ സമയത്തെ കേരള നിയമസഭയുടെ സ്പീക്കർ ആയിരുന്നു ആരാ? MB രാജേഷ് ആണ്. അങ്ങനെ കേരള നിയമസഭയുടെ സ്പീക്കർ ആയിരുന്ന MB രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന പദവി ആർക്ക് ലഭിച്ചു? MB രാജേഷിന് ലഭിച്ചു. പുതുതായിട്ട് ഒരു വ്യക്തി കേരള നിയമസഭ സ്പീക്കറായി. വ്യക്തിയുടെ പേര് അറിയാമായിരിക്കും, പറഞ്ഞേ? AN ഷംസീർ ആണ്. നിലവിൽ കേരള നിയമസഭ സ്പീക്കറിന്റെ പേര് AN ഷംസീർ എന്ന കാര്യം കൂടി ഓർക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഞാൻ ഒന്നുകൂടി പറയാം. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയാണ്. എന്നാൽ കേരളത്തിന്റെ ആദ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി PK ചാത്തൻ മാസ്റ്റർ ആണ്. കേരളത്തിന്റെ നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV രാജേഷ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. നിലവിലെ കേരള സംസ്ഥാന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. നിലവിലെ കേരള നിയമസഭയുടെ സ്പീക്കർ ആര്? AN ഷംസീർ എന്ന കാര്യം. നിലവിലെ കേരള നിയമസഭയുടെ സ്പീക്കർ ആര് എന്ന് ചോദിച്ചാൽ AN ഷംസീർ എന്ന കാര്യം കൂടി ഓർക്കപ്പെടും. നമ്മൾ 4 പേരുകൾ പഠിച്ചു. 4 പേരുകളും കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയി. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി KR നാരായണൻ. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി EK നായനാർ. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കും. ഇനി പഠിക്കേണ്ടത്, കുടുംബശ്രീ നിലവിൽ വന്നത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ
9ാം പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1997 മുതൽ 2002 വരെ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1997. നമ്മൾ ഇതേ കാലയളവ് മറ്റൊരു വ്യക്തി പഠിച്ചു, ആരാ? KR നാരായണൻ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു ഏത് കാലഘട്ടത്തിൽ? 1997നും 2002നും ഇടയിൽ. അപ്പോൾ 9ാം പദ്ധതിയുടെ കാലയളവ് 1997നും 2002 വരെ എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കാം. സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകി. സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി. പ്രീവിയസ് ചോദ്യം എക്കണോമിക്സ് മേഖലയിൽ പ്രധാനമാണ് പഞ്ചവത്സര പദ്ധതികൾ. അതിൽ ഓർമ്മയിട്ട് വയ്ക്കാം. സ്ത്രീ ശാക്തീകരണത്തിന് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ആൻസർ 9ാം പഞ്ചവത്സര പദ്ധതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലദൈർഘ്യം 1997 മുതൽ 2002 വരെ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ? ഇനി ഓർക്കാം, കുടുംബശ്രീ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ജില്ല ഏത്? ആൻസർ ആലപ്പുഴ ജില്ലയാണ്. ആൻസർ ആലപ്പുഴ ജില്ല. തിരിയരുത്, മലപ്പുറവും ആലപ്പുഴയും തിരിയരുത്. കുടുംബശ്രീ നിലവിൽ വന്ന ജില്ല മലപ്പുറം ജില്ല. എന്നാൽ കുടുംബശ്രീ എന്ന ആശയം, ചോദ്യം കൃത്യമായി വായിച്ച് ആൻസറിലോട്ട് എത്താം. കുടുംബശ്രീ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ജില്ല ആലപ്പുഴ ജില്ലയാണ്. കാര്യം, പരീക്ഷണ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ ആദ്യ ജില്ലയെന്നോ ആദ്യ മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ആലപ്പുഴ എന്ന കാര്യം. പരീക്ഷണ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കിയ ആദ്യ ജില്ലയെന്നോ ആദ്യ മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കും. പരീക്ഷണ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ നടപ്പിലാക്കി ആദ്യ ജില്ല ആലപ്പുഴ ജില്ല. കുടുംബശ്രീ നിലവിൽ വന്ന ജില്ല അത് മലപ്പുറം ജില്ല എന്ന കാര്യം കൂടി ഓർക്കാം. അങ്ങോട്ട് ഇങ്ങോട്ട് ആശയക്കുഴപ്പം വരുത്താതെ എന്ന് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഓർക്കാം, കുടുംബശ്രീ നഗരപ്രദേശങ്ങളിൽ നിലവിൽ വന്ന വർഷം 1999 ഏപ്രിൽ 1 ആണ്. 1999 ഏപ്രിൽ 1 എന്ന കാര്യം. കുടുംബശ്രീ നഗരപ്രദേശങ്ങളിൽ നിലനിന്ന വർഷം 1999 ഏപ്രിൽ 1. അവിടെയും തെറ്റിക്കരുത്. കുടുംബശ്രീ നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ 1998 മെയ് 17. കുടുംബശ്രീ നഗരപ്രദേശങ്ങൾ, അർബൺ ഏരിയയിൽ കുടുംബശ്രീ നിലവിൽ വന്ന വർഷം 1999 ഏപ്രിൽ 1 ആണ്. 1999 ഏപ്രിൽ 1 എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട്. ക്ലിയർ? ഇനി ഓർക്കാം, കുടുംബശ്രീ കേരളത്തിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേര് എന്താണ്? കുടുംബശ്രീ കേരളത്തിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേര് SPEM. കുടുംബശ്രീ കേരളത്തിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേര് എന്താണ്? SPEM, സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ. സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ. ക്ലിയർ? അവിടെ ഒരു പ്രീവിയസ് ചോദ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന് കീഴിൽ ആരംഭിച്ച പദ്ധതി ഏത്? ഡയറക്റ്റ് പ്രീവിയസ് ആണ്. ആൻസർ കുടുംബശ്രീയാണ്. കേരളം നമ്മൾ ആദ്യം പഠിച്ചു. കുടുംബശ്രീ ആരംഭിച്ച ഗവൺമെന്റ് ഏതാ? കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന് കീഴിൽ ആരംഭിച്ച പദ്ധതി ഏത്? ആൻസർ ഏത് തന്നെയാണ്? കുടുംബശ്രീയാണ്. കുടുംബശ്രീ കേരളത്തിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേരാണ് SPEM ആണ്. ഇങ്ങനെയും ചോദിക്കാം, കുടുംബശ്രീ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതു പേരിലാണ്? കുടുംബശ്രീ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതു പേരിലാണ്? ആൻസർ SPEM എന്ന കാര്യം. കുടുംബശ്രീ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതു പേരിലാണ്? ആൻസർ SPEM എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ക്ലിയർ ആവും? ഇത്രയും കാര്യം ക്ലിയർ ആവും? ഇനി പഠിക്കേണ്ടത്, കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണം, അതായത് പഞ്ചായത്തുകളിൽ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അവിടെയും പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യം ഓർമ്മിക്കേണ്ടത്, നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ, നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏത്? ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ
പ്രാദേശിക സർക്കാരുകൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്നത് പ്രാദേശിക സർക്കാരുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അവിടെയും ഒരു പോയിന്റോട് പ്രീവിയസ് ആയിട്ട് ഓർമ്മിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? അത് 2005 പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമമാണ്. ആൻസർ വിവരാവകാശ നിയമം 2005 ഒക്ടോബർ മാസം 12 2005 ഒക്ടോബർ 12. അപ്പൊ 2 പോയിന്റ് തിരിയരുത്. ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുംതൂണുകൾ എന്നറിയപ്പെടുന്ന സ്ഥാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം എന്ന കാര്യം കൂടി ഓർമ്മയിട്ടേക്ക് തിരിച്ചു വരാം. കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോർഡിന്റെ, അതായത് കുടുംബശ്രീയുടെ മുഴുവൻ ഗവേണിംഗ് ബോർഡിന്റെ അതിന്റെ ഭരണ ചുമതലയത്തിൻ്റെതാണ്. മുഴുവൻ അധ്യക്ഷൻ ആരായിരിക്കും? ആൻസർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? ആൻസർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. അതാണ് നമ്മൾ പഠിച്ചത്. കുടുംബശ്രീ നിലവിൽ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ മന്ത്രി ആര്? പാലോളി മുഹമ്മദ് കുട്ടി. അപ്പൊ കുടുംബശ്രീയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര് തന്നെയാണ്? പാലോളി മുഹമ്മദ് കുട്ടി. പഠിച്ച പേരാണ്. കുടുംബശ്രീയുടെ ആദ്യ അധ്യക്ഷനാര്? ആൻസർ പാലോളി മുഹമ്മദ് കുട്ടി എന്ന കാര്യം ഓർമ്മയിട്ട് വെക്കാം. എന്നാൽ കുടുംബശ്രീയുടെ നിലവിലെ അധ്യക്ഷനാര്? ആൻസർ MB രാജേഷ്. നിലവിൽ പറയുന്ന പോയിന്റുകൾ കറണ്ട് അഫയേഴ്സുമായിട്ട് കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുമ്പോൾ എന്നാണ്. ചിലപ്പോൾ വർഷങ്ങളോ മാസങ്ങളോ വരുമ്പോൾ അങ്ങോട്ട് വകുപ്പുകളൊക്കെ ചേഞ്ച് ആക്കാറുണ്ട്. സർക്കാർ വകുപ്പുകളൊക്കെ ചേഞ്ച് ആണ്. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊന്ന് നോട്ടുമായിട്ടൊന്ന് സാമ്യപ്പെടുത്തി ഓർമ്മിക്കണം. അപ്പൊ കുടുംബശ്രീയുടെ നിലവിലെ അധ്യക്ഷന്റെ പേര് MB രാജേഷ് ആണ്. ഞാൻ പറഞ്ഞു പഴയ റാങ്ക് ഫയലിലൊക്കെ ആര് കാണും? MB ഗോവിന്ദൻ മാസ്റ്റർ. കുടുംബശ്രീയുടെ നിലവിലെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ആര് കാണും? MB ഗോവിന്ദൻ മാസ്റ്റർ കാണും. അതൊന്ന് തിരുത്തി പഠിക്കാം. MB രാജേഷ് എന്ന കാര്യം ഓർമ്മയിട്ടവൻ. കുടുംബശ്രീ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരിക്കും. കുടുംബശ്രീയുടെ ആദ്യ അധ്യക്ഷൻ പാലോളി മുഹമ്മദ് കുട്ടി. കുടുംബശ്രീയുടെ നിലവിലെ അധ്യക്ഷൻ MB രാജേഷ് ആണ്. ഇനി പഠിക്കേണ്ടത് കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എല്ലായ്പ്പോഴും ഒരു IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ആയിരിക്കും. അപ്പം കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ അതാണ് PI ശ്രീവിദ്യ. PI ശ്രീവിദ്യ IAS. ശ്രീവിദ്യ IAS. കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആര്? ആൻസർ PI ശ്രീവിദ്യ IAS എന്ന കാര്യം ഓർമ്മയിട്ട്. എന്നാൽ കുടുംബശ്രീയുടെ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? കുടുംബശ്രീയുടെ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻസർ ശാരദ. ശാരദാജി മുരളീധരൻ. നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാരദാജി മുരളി. ഇപ്പം പറഞ്ഞ പോയിന്റുകൾ കറണ്ട് അഫയേഴ്സിൽ ചേഞ്ച് വരും. കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ നിലവിലത്തെ അധ്യക്ഷന്റെ പേര് MB രാജേഷ് ആണ്. കുടുംബശ്രീയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PI ശ്രീവിദ്യ IAS ആണ്. കുടുംബശ്രീയുടെ നിലവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേര് ശാരദ G മുരളീധരൻ. പേര് ശാരദ G മുരളീധരൻ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ക്ലിയർ? ഇത്രയും കാര്യം ക്ലിയർ ആവൂലേ? ഇനി പഠിക്കാം കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? കുടുംബത്തിന്റെ ഐശ്വര്യം. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യം. എന്നാൽ കുടുംബശ്രീ എന്തിനു വേണ്ടി രൂപീകൃതം? അതായത് കുടുംബശ്രീയുടെ രൂപീകരണ ലക്ഷ്യം എന്ത്? കുടുംബശ്രീയുടെ രൂപീകരണ ലക്ഷ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ രൂപീകരണ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. സ്ത്രീകളുടെ ഉന്നമനത്തിലൂടെ എന്തിനെ പുറത്താക്കുക? ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1998 മെയ് മാസം 17 കേരളത്തിൽ കുടുംബശ്രീ നിലവിൽ വന്നു. അപ്പൊ 2 പോയിന്റ് ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 പോയിന്റ് പഠിച്ചു. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യം. കുടുംബശ്രീയുടെ രൂപീകരണം എന്തിനു വേണ്ടി? കുടുംബശ്രീ രൂപീകൃതമായി സ്ത്രീ ശാക്തീകരണത്തിലൂടെ സ്ത്രീകളുടെ ഉന്നമനത്തിലൂടെ കുടുംബങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തെ പുറത്താക്കുക എന്ന ലക്ഷ്യമാണ് കുടുംബശ്രീക്ക് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ ആപ്തവാക്യം, കുടുംബശ്രീയുടെ മോട്ടോ എന്താണ്? കുടുംബശ്രീയുടെ ആപ്തവാക്യം
സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. കുടുംബശ്രീയുടെ ആപ്തവാക്യം ഒന്നുകൂടി പറയാം, സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി പഠിക്കാം കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ 3 ചെറു ഘടകങ്ങൾ ഏതെല്ലാമാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ 3 ചെറു ഘടകങ്ങൾ ഏതെല്ലാമാണ്. ചെറു വായ്പ, അതായത് കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് എന്ത് വേണം? ചെറു വായ്പകൾ വേണം, ചെറു നിക്ഷേപങ്ങൾ വേണം. അപ്പോൾ ഒന്നാമത്തെ ഘടകം പഠിച്ചു ഏതാ? ചെറു വായ്പ. രണ്ടാമത്തേത് സംരംഭകത്വം. കുടുംബശ്രീയുടെ രണ്ടാമത്തെ പ്രധാന ഘടകം, അടിസ്ഥാന ഘടകമാണ് ഏതാ? സംരംഭകത്വം. അതായത് ചെറു വായ്പകളിലൂടെ പുതിയ സംരംഭങ്ങൾ ആരുണ്ടാക്കുന്നു? കുടുംബശ്രീ മുന്നോട്ട് വയ്ക്കുന്നു. അതിലൂടെ പുതിയ സംരംഭങ്ങൾ കുടുംബശ്രീ ആരംഭം കുറിക്കുന്നു. ക്ലിയർ? അതിലൂടെ സ്ത്രീകളുടെ ഉന്നമനം വരുന്ന സ്ത്രീ ശാക്തീകരണം. അപ്പൊ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ 3 ഘടകങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാം. ചെറു വായ്പ, സംരംഭകത്വം, ശാക്തീകരണം. അവിടെ ചെറു നിക്ഷേപം വേണം. ചെറു നിക്ഷേപങ്ങളിലൂടെ പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നു. പുതിയ സംരംഭങ്ങളിലൂടെ കൂടുതൽ വനിതകളെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നു. സ്ത്രീ ശാക്തീകരണം. മൂന്നാമതെന്താണ്? ശാക്തീകരണം എന്ന കാര്യം കൂടി ഓർക്കാം. അപ്പൊ ഇപ്പം പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് ഒന്നുകൂടി ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. കുടുംബശ്രീ എന്ന വാക്കിന്റെ അർത്ഥം കുടുംബത്തിന്റെ ഐശ്വര്യം. കുടുംബശ്രീ രൂപീകരണ ലക്ഷ്യം, കുടുംബശ്രീയുടെ രൂപീകരണ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. കുടുംബശ്രീയുടെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ 3 പ്രധാന ഘടകങ്ങൾ ചെറുവായ്പ, സംരംഭകത്വം, ശാക്തീകരണം എന്ന കാര്യം ഓർമ്മയിട്ട്. ഇനി പഠിക്കാം കുടുംബശ്രീയുടെ മുഖപത്രം ഏത്. കുടുംബശ്രീയുടെ മുഖപത്രം, ഓഫീസ്. കുടുംബശ്രീയുടെ മുഖപത്രം ഏതാണ്? കുടുംബശ്രീയുടെ മുഖപത്രം ഫ്രൈം ശ്രീ ഓയിസ്. കുടുംബശ്രീയുടെ മുഖപത്രം ഫ്രൈം ശ്രീ ഓയിസ് എന്ന കാര്യം. കുടുംബശ്രീയുടെ മുഖപത്രം ഫ്രൈം ശ്രീ ഓയിസ് എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. അപ്പം കുടുംബശ്രീയുടെ മുഖപത്രം പഠിച്ചു എന്നാണ് ഫ്രൈം ശ്രീ ഓയിസ് എന്ന കാര്യം ഓർമ്മയിട്ട്. ഇനി പഠിക്കാം കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ എന്താണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ സ്ത്രീ ശക്തി. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ സ്ത്രീ ശക്തിന്റെ പേരിലൊക്കെ ഒരു ലോട്ടറി ഒക്കെ ഉണ്ട്. അതല്ല, നമുക്ക് കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ പേരെന്താണ് പറഞ്ഞേ? സ്ത്രീ ശക്തി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി ഓർക്കാം കുടുംബശ്രീയുടെ ഉൽപാദന യൂണിറ്റ് അറിയപ്പെടുന്ന പേര് എന്ത്? സമഗ്ര. കുടുംബശ്രീയുടെ ഉൽപാദന യൂണിറ്റ് അറിയപ്പെടുന്ന പേര് എന്ത്? സമഗ്ര എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇനി ഓർക്കാം കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം ഏതാണ്? കുടുംബശ്രീയുടെ റേഡിയോ മീനയുടെ ലോകം. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാമിന്റെ പേര് മീനയുടെ ലോകം അല്ലെങ്കിൽ മീന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം അറിയപ്പെടുന്ന പേര് മീനയുടെ ലോകം അല്ലെങ്കിൽ മീന എന്ന പേരിലും അറിയപ്പെടുന്നു. ക്ലിയർ? അടുത്ത് ഓർമ്മിക്കേണ്ടത് കുടുംബശ്രീയുടെ ടാക്സി സർവീസിന്റെ പേര് അതിൽ തന്നെയുണ്ട് കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീ ട്രാവൽസ് എന്ന കാര്യം ഓർമ്മിക്കണം. അപ്പോൾ 2ാം ഘട്ടത്തിൽ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അത് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് പഠിച്ചേക്കാം. അവിടെ കുടുംബശ്രീയുടെ മുഖപത്രത്തിന്റെ പേര് ഫ്രൈം ശ്രീ ഓയിസ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടലിന്റെ പേര് സ്ത്രീ ശക്തി. കുടുംബശ്രീയുടെ ഉൽപാദന യൂണിറ്റ് എന്നാണ്, വേറൊന്നുമില്ല. പുതിയ സംരംഭങ്ങൾ അവർ സൃഷ്ടിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഏതാ? സമഗ്ര. കുടുംബശ്രീയുടെ ഉൽപാദന യൂണിറ്റ് സമഗ്രയാണ്. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാമിന്റെ പേര് മീനയുടെ ലോകം. കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാമിന്റെ പേര് മീനയുടെ ലോകം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. കുടുംബശ്രീയുടെ ടാക്സി സർവീസ്, സ്ത്രീകളുടെ സുരക്ഷിതമായ യാത്രയാണ് ലക്ഷ്യം. കുടുംബശ്രീയുടെ ടാക്സി സർവീസിന്റെ പേര് കുടുംബശ്രീ ട്രാവൽ. നമുക്ക് പദ്ധതികൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓർക്കാം. കുടുംബശ്രീ ട്രാവൽസ് എന്ന കാര്യം കൂടി ഓർക്കാം. 2ാം ഘട്ടത്തിൽ പറഞ്ഞ പോയിന്റുകൾ കൃത്യതയോടെ ആവർത്തനം മനസ്സൊന്ന് കേട്ട് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ക്ലിയർ? അടുത്തിനി ഓർമ്മിക്കേണ്ടത് കുടുംബശ്രീ ഒരു ത്രിതല ഭരണ സംവിധാനമാണ്. കുടുംബശ്രീ എന്താണ്? ഒരു ത്രിതല ഭരണ സംവിധാനം. ത്രിതലം അതായത് 3 ഘടകങ്ങൾ, അതായത് 3 ഘട്ടങ്ങൾ കുടുംബശ്രീക്ക് പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ട്. അത് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. കുടുംബശ്രീ ഒരു ത്രിതല ഭരണ സംവിധാനമാണ്. കുടുംബശ്രീ ഒരു ത്രിതല ഭരണ സംവിധാനമാണ്. ഈ കുടുംബശ്രീയുടെ ത്രിതല സംവിധാനത്തിൽ ഏറ്റവും ബേസ്, ഏറ്റവും താഴത്തെ ഭാഗം, ഏറ്റവും ബേസ്, അടിസ്ഥാനം എന്നറിയപ്പെടുന്നത്
അയൽക്കൂട്ടമാണ്. കുടുംബശ്രീയുടെ ബേസ് എന്നാണ്, ഏറ്റവും അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് അയൽക്കൂട്ടമാണ്. അതായത് അയൽക്കൂട്ടം എന്ന സംരംഭകത്തിലൂടെയാണ് പുതിയ പുതിയ വനിതകളെ കുടുംബശ്രീ എന്ന സംഗമത്തിലോട്ട് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബശ്രീക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഘടകം, കുടുംബശ്രീക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഘടകമെന്നോ കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം എന്നോ ചോദിച്ചാൽ ഏതാണ്? അയൽക്കൂട്ടം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അവിടുന്ന് അയൽക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് അംഗങ്ങളെ അതിന്റെ ഉയർന്ന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിന്റെ നാണന് കുറച്ച് മുകളിലത്തെ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അത് അറിയപ്പെടുന്ന പേരാണ് ADS ആണ്. ഏത് പേരിൽ അറിയപ്പെടുന്നു? ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഏരിയ ഡെവലപ്മെന്റ്, മേഖല വികസന സമിതി, മേഖല വികസന സമിതി, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ADS വനിതകൾ എന്നൊക്കെ അറിയുന്നു. ഈ ADSൽ നിന്ന് കുറച്ച് പേരെ അതിന്റെ മുകളിലോട്ട് തിരഞ്ഞെടുക്കുന്നു. അതാണ് CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി വികസന സമിതി, കമ്മ്യൂണിറ്റി വികസന സമിതി എന്ന കാര്യം ഓർക്കണം. അപ്പം കുടുംബശ്രീ ഒരു ത്രിതല ഭരണ സംവിധാനമാണ്. കുടുംബശ്രീ എന്താണ്? ഒരു ത്രിതല ഭരണ സംവിധാനമാണ്. ആ 3 ഘടകങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയത് ADSും CDSും പ്രധാനമായിട്ടും തിരിയാതെ പഠിച്ചിരിക്കണം. അത് ഏത് ചോദിച്ചാലും CDS ഓപ്ഷനിൽ കാണും, ADS കാണും. കൃത്യമായിട്ട് അവ തമ്മിൽ തിരിയാതെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. കുടുംബശ്രീയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം, കുടുംബശ്രീക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഘടകം എന്നൊക്കെ ചോദിച്ചാൽ ആൻസർ അയൽക്കൂട്ടം എന്ന് പഠിച്ചിരിക്കണം. അയൽക്കൂട്ടത്തിൽ നിന്ന് കുറച്ച് പേരെ അതിന്റെ മുകളിലത്തെ സമിതി ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഏരിയ മേഖല വികസന സമിതിയാണ്. അവിടെ ഏറ്റവും മുകളിലാണ് CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, കമ്മ്യൂണിറ്റി വികസന സമിതി, കമ്മ്യൂണിറ്റി വികസന സമിതി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കണം. ഇനി ഇത് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചത് അങ്ങോട്ടേക്കും തിരിയാതിരിക്കാം. കുടുംബശ്രീ നമ്മൾ ഈ പിരിമുട് വരച്ച് ത്രികോണം വരച്ചതിന്റെ ഏറ്റവും മുകളിലാണ് ഏത്? CDS. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ആയിട്ട് അങ്ങ് പഠിക്കാം. കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്ന ഘടകം ഏത്? കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്ന ഘടകം ഏത്? ആൻസർ CDS എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഇവിടെ കുടുംബശ്രീയുടെ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ പറഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? ഏറ്റവും ഉയർന്ന സമിതിയാണ് CDS. കുടുംബശ്രീയുടെ പഞ്ചായത്തു തലത്തിൽ പ്രവർത്തിക്കുന്നു. അത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പഞ്ചായത്തും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ കോർപ്പറേഷൻ തലത്തിൽ പ്രവർത്തിക്കുന്നു. ഏതാണ് പറഞ്ഞേ? CDS എന്ന കാര്യം ഓർമ്മയിടണം. അപ്പം കുടുംബശ്രീ ഏറ്റവും ഉയർന്ന തലമാണ് CDS. പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ നഗരപ്രദേശത്തിൽ കോർപ്പറേഷൻ തലത്തിൽ പ്രവർത്തിക്കുന്ന സമിതിയാണ് CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. ക്ലിയർ ആവും? അതിന്റെ തൊട്ടു താഴെയാണ് ADS. അവിടെ പഠിക്കേണ്ടത് വേറൊന്നുമില്ല. കുടുംബശ്രീയുടെ വാർഡു തല കമ്മിറ്റി, വാർഡു തലത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തന യൂണിറ്റ് അറിയപ്പെടുന്ന പേരാണ് ADS. പഞ്ചായത്ത് തലത്തിൽ CDS, വാർഡു തലത്തിൽ ADS. ക്ലിയർ ആവോ? അവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം ഓരോ ഗ്രാമപഞ്ചായം, ഏത് പഞ്ചായം എടുത്താലും ഒരു ഗ്രാമപഞ്ചായം എടുക്കുമ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ള സമിതി ADS. ഒരു ഗ്രാമപഞ്ചായം എന്നറിയപ്പോൾ ഒട്ടനവധി വാർഡുകൾ ചേർന്നായിരിക്കും, അല്ലെങ്കിൽ കൗൺസിൽ ചേർന്നായിരിക്കും എന്താവുന്നത്, അവിടെ ഒരു പഞ്ചായം ആകുന്നത്. ക്ലിയർ ആവോ? ഓരോ പഞ്ചായത്തിനകത്താണ് ഓരോരോ വാർഡുകൾ വരുന്നത്. അപ്പം കുടുംബശ്രീ വാർഡു തലത്തിൽ പ്രവർത്തിക്കുന്ന സമിതി ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, മേഖല വികസന സമിതിയാണ്. ക്ലിയർ? ഓരോ വാർഡിന്റെ അകത്താണ് എന്ത് പ്രവർത്തിക്കുന്നത്? അയൽക്കൂട്ടം. ആദ്യം പഞ്ചായത്തിൽ CDS, അടുത്ത് പഞ്ചായത്തിനകത്ത് വാർഡില് ADS, അടുത്ത് ഓരോ വാർഡിനകത്ത് ഓരോരോ മേഖല തിരിച്ച്, അതായത് അവിടെ അംഗസംഖ്യ തിരിച്ചായിരിക്കും അയൽക്കൂട്ടം പ്രവർത്തിക്കുന്നത്. അത് കുടുംബശ്രീക്ക് നിന്നാണ്. അയൽക്കൂട്ടത്തിൽ കൃത്യമായിട്ടൊന്നുണ്ട് നിശ്ചിതമായ അംഗസംഖ്യ, അംഗപരിമിതി ഉണ്ട്. അതനുസരിച്ചായിരിക്കും എന്ത് പ്രവർത്തിക്കുന്നത്? അയൽക്കൂട്ടം പ്രവർത്തിക്കുന്നത്. അതായത് ഓരോരോ മേഖല തിരിച്ചാണ് അയൽക്കൂട്ടം പ്രവർത്തിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് അയൽക്കൂട്ടത്തിന്റെ കുറച്ച് പോയിന്റ് അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അയൽക്കൂട്ടം രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാലും ആൻസർ അവിടെ തന്നെയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അയൽക്കൂട്ടം രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഒരു അയൽക്കൂട്ടം ആരംഭിക്കണമെങ്കിൽ എത്ര പേരുടെ പങ്കാളിത്തം ആവശ്യമാണ്? ഒരു അയൽക്കൂട്ടം ആരംഭിക്കണമെങ്കിൽ
എത്ര വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒരു അയൽക്കൂട്ട യൂണിറ്റ് ആരംഭിക്കാം? 10 പേര് വേണം. ഒരു 10 പേരുണ്ടെങ്കിൽ മാത്രമേ എന്ത് ആരംഭിക്കാൻ കഴിയുള്ളൂ? ഒരു അയൽക്കൂട്ടം ആരംഭിക്കാൻ കഴിയുള്ളൂ. ഒരു അയൽക്കൂട്ട യൂണിറ്റിൽ പരമാവധി മാക്സിമം എത്ര അംഗങ്ങൾ വരെ ആകാം? 20 പേര് വരെ ആകാം. മാക്സിമം അംഗസംഖ്യ 20 പേർ. അല്ലെങ്കിൽ ഇങ്ങനെയും പഠിക്കാം, 10 മുതൽ 20 വരെ. അയൽക്കൂട്ടത്തിലെ അംഗസംഖ്യ 10 മുതൽ 20 വരെ എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കുക. ക്ലിയർ? ഒരു അയൽക്കൂട്ടം ആരംഭിക്കണമെങ്കിൽ അംഗസംഖ്യ 10 പേര് വേണം. ഒരു അയൽക്കൂട്ടത്തിൽ പരമാവധി അംഗസംഖ്യ 20 വരെ ആകാം. അല്ലെങ്കിൽ ഒരു അയൽക്കൂട്ടത്തിൽ നിന്നാണ് എങ്ങനെ പഠിക്കാം? 10 മുതൽ, ഒരു ആവറേജ് പഠിക്കുകയാണെങ്കിൽ 10 മുതൽ 20 വരെ എന്ന കാര്യം ഓർമ്മയിട്ട്. അവിടെ ഒരു പ്രീവിയസ് ചോദ്യം പഠിക്കാം. ഏറ്റവും കൂടുതൽ അയൽക്കൂട്ട യൂണിറ്റുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ അയൽക്കൂട്ട യൂണിറ്റുകൾ ഉള്ള ജില്ല ഏത്? ആൻസർ തിരുവനന്തപുരം ജില്ലയെങ്കിൽ ഏറ്റവും കുറവ് അയൽക്കൂട്ട യൂണിറ്റുകൾ വയനാട് ജില്ല. ആൻസർ ഏതാണ്? വയനാട്. അപ്പൊ ഏറ്റവും കൂടുതൽ അയൽക്കൂട്ട യൂണിറ്റുകൾ തിരുവനന്തപുരത്തെങ്കിൽ ഏറ്റവും കുറവ് അയൽക്കൂട്ട യൂണിറ്റുകൾ വയനാട് ജില്ല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കേണ്ടതുണ്ട്. ക്ലിയർ? അപ്പോൾ അയൽക്കൂട്ടം രജിസ്റ്റർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഒരു അയൽക്കൂട്ടം ആരംഭിക്കണമെങ്കിൽ 10 പേരുടെ പങ്കാളിത്തം ആവശ്യമാണ്. ഒരു അയൽക്കൂട്ട യൂണിറ്റിൽ പരമാവധി 20 വരെ ആകാം. ഒരു അയൽക്കൂട്ടമാണ് 20, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കും 10 മുതൽ 20. ആവറേജ് നോക്കുകയാണെങ്കിൽ 10, അങ്ങനത്തെ ഓപ്ഷനാണ് 10 മുതൽ 20 വരെ, അല്ലെങ്കിൽ 15 മുതൽ 20 വരെ. അങ്ങനെയൊക്കെയാണെങ്കിൽ ഓപ്ഷൻ എടുത്തേണ്ടത് 10 മുതൽ 20 വരെ എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഏറ്റവും കൂടുതൽ അയൽക്കൂട്ട യൂണിറ്റുകൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെങ്കിൽ ഏറ്റവും കുറവ് അയൽക്കൂട്ട യൂണിറ്റുകൾ വയനാട് എന്ന കാര്യം കൂടി ഓർമ്മയിട്ട്. ഇനി ഓർക്കാം, അയൽക്കൂട്ടം സ്ഥാപിതമായ ആദ്യ സ്ഥലം ഏത്? അയൽക്കൂട്ട യൂണിറ്റ് സ്ഥാപിച്ച ആദ്യ സ്ഥലം കല്യാശ്ശേരി. ആൻസർ കല്യാശ്ശേരി. കല്യാശ്ശേരി ആണെങ്കിൽ കണ്ണൂരാണ്. കല്യാശ്ശേരി ആണെങ്കിൽ കണ്ണൂർ ജില്ല. അപ്പൊ നമ്മൾ 3 ജില്ലകളെ കൃത്യതയോടെ പഠിച്ചിരിക്കാം. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത സ്ഥലം മലപ്പുറം ജില്ല. കുടുംബശ്രീ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ജില്ല ആലപ്പുഴ ജില്ല. അയൽക്കൂട്ടം നിലവിൽ വന്നത് കല്യാശ്ശേരി, കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എന്ന കാര്യം ഓർമ്മയിട്ട്. അപ്പോൾ അയൽക്കൂട്ടം നിലനിന്ന ആദ്യ സ്ഥലം ഏതാണ്? കല്യാശ്ശേരി എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയറോ? എന്നാൽ കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അപ്പൊ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യ അയൽക്കൂട്ട യൂണിറ്റ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? വെങ്ങോല. ആൻസർ വെങ്ങോല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യ അയൽക്കൂട്ട യൂണിറ്റ് ആരംഭിച്ച സ്ഥലം ഏത്? വെങ്ങോല, എറണാകുളം ജില്ലയിലാണ്. വെങ്ങോലയാണെങ്കിൽ എറണാകുളം ജില്ല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാൻ. ക്ലിയർ? ഇനി ഓർക്കാം, ഭിന്നലിംഗക്കാർക്ക് വേണ്ടി, ട്രാൻസ്ജെൻഡറിന് വേണ്ടി, ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ആദ്യത്തെ അയൽക്കൂട്ടം ആരംഭിച്ച ജില്ല ഏത്? അത് കോട്ടയം ജില്ലയാണ്. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി, ട്രാൻസ്ജെൻഡർക്ക് വേണ്ടി ആദ്യ അയൽക്കൂട്ടം ആരംഭിച്ച ജില്ല കോട്ടയം ജില്ല. ആ അയൽക്കൂട്ട യൂണിറ്റിന്റെ പേര് പ്രീവിയസ് ആണ്. ഭിന്നലിംഗക്കാരുടെ അയൽക്കൂട്ട യൂണിറ്റ് അറിയപ്പെടുന്ന പേര് എന്താണ്? മനസ്സുനി. ആൻസർ മനസ്സുനി അയൽക്കൂട്ടം. മനസ്സുനി അയൽക്കൂട്ടം ആരംഭിച്ച ജില്ല കോട്ടയം ജില്ല. 3 പോയിന്റ് കൃത്യതയോടെ ഓർമ്മിക്കേണ്ടതാണ്. കുടുംബശ്രീ നിലവിൽ വന്ന, കുടുംബശ്രീ അയൽക്കൂട്ട യൂണിറ്റ് ആരംഭിച്ച സ്ഥലം കല്യാശ്ശേരി, കണ്ണൂർ ജില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യ അയൽക്കൂട്ടം ആരംഭിച്ച സ്ഥലം വെങ്ങോല, എറണാകുളം ജില്ലയാണ്. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ആദ്യ അയൽക്കൂട്ടം ആരംഭിച്ച ജില്ലയാണെങ്കിൽ കോട്ടയം ജില്ല. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ അയൽക്കൂട്ട യൂണിറ്റ് അറിയപ്പെടുന്ന പേര് മനസ്സുനി അയൽക്കൂട്ടം. അറിയപ്പെടുന്ന പേര് മനസ്സുനി അയൽക്കൂട്ടം. അവിടെയും പഠിച്ചു വയ്ക്കാം. മനസ്സുനി അയൽക്കൂട്ടം ആരംഭിച്ച വർഷം 2017. മനസ്സുനി അയൽക്കൂട്ടം ആരംഭിച്ച വർഷം 2017 എന്ന കാര്യം കൂടി ഓർക്കാം. 2017 ഫെബ്രുവരി മാസം 13-ാം തീയതി. 2017 ഫെബ്രുവരി 13. ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചാലും എഴുതാം. മനസ്സുനി അയൽക്കൂട്ടം കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? 2017 ഫെബ്രുവരി മാസം 13-ാം തീയതി. അവിടെ ഫെബ്രുവരി 13-ന് നമുക്കതാണ് ഒരു പ്രത്യേകതയുണ്ട്. ദേശീയ വനിതാ ദിനം. ഇന്ത്യയിൽ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? അത് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്ന സരോജിനി നായിഡുവിന്റെ ജന്മദിനം. ആരുടെ ജന്മദിനം? സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ വനിതാ ദിനം, ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. ദിനം ഫെബ്രുവരി 13. അപ്പൊ സരോജിനി നായിഡു ജനന വർഷം
1879 ഫെബ്രുവരി 13. സരോജിനി നായിഡു ജനിച്ച വർഷം 1879 ഫെബ്രുവരി 13 ആര് ജനിക്കുന്നത്? സരോജിനി നായിഡു ജനിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത ചോദിച്ചാൽ തന്നെയാണ് സരോജിനി നായിഡു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിത ആൻസർ ആർ തന്നെയാണ് സരോജിനി നായിഡു തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? ആൻസർ ആർ തന്നെയാണ് സരോജിനി നായിഡുവാണ്. ജനനവർഷം 1879 ഫെബ്രുവരി 13. ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിത എന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് ചോദിച്ചാലും ആൻസർ സരോജിനി നായിഡു എന്ന കാര്യം ഓർമ്മയിട്ടാവും. മനസ്സുനി അയൽക്കൂട്ടം ആരംഭിച്ച വർഷം 2017 ഫെബ്രുവരി 13. ഫെബ്രുവരി 13 ദേശീയം രാജ്യത്തിനകത്ത് വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 13. എന്നാൽ ലോക വനിതാ ദിനമാണെങ്കിൽ മാർച്ച് 8. അത് രണ്ടും ദിനങ്ങൾ പ്രീവിയസ് ആയിട്ട് ഉണ്ട്, കൃത്യമായിട്ട് ഓർമ്മയിട്ട് വയ്ക്കാം. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ലോക വനിതാ ദിനമാണെങ്കിൽ മാർച്ച് 8. ലോക വനിതാ ദിനമാണെങ്കിൽ മാർച്ച് 8 എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ക്ലിയർ? ഇവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം. കൃത്യതയോടെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. കുടുംബശ്രീ ഒരു ത്രിതല ഭരണ സംവിധാനമാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും ഉയർന്ന ഘടകം CDS, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീയുടെ പഞ്ചായത്തു തല അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ് CDS എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. CDSന്റെ തൊട്ടു താഴെയാണ് ADS. കുടുംബശ്രീയുടെ വാർഡു തല കമ്മിറ്റി അറിയപ്പെടുന്ന പേരാണ് ADS, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. അതിന്റെ ഏറ്റവും വാർഡിന്റെ തൊട്ടു താഴെ വരുന്നതാണ് ഏത്? അയൽക്കൂട്ടം. കുടുംബശ്രീയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് ചോദിച്ചാലും കുടുംബശ്രീക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഘടകം എന്ന് ചോദിച്ചാലും തന്നെയാണ് അയൽക്കൂട്ടം എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കേണ്ടതാണ്. അയൽക്കൂട്ടം രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഒരു അയൽക്കൂട്ട യൂണിറ്റ് ആരംഭിക്കണമെങ്കിൽ എത്ര പേരുടെ പങ്കാളിത്തം ആവശ്യമാണ്? 10 പേരുടെ പങ്കാളിത്തം ആവശ്യമാണ്. ഒരു അയൽക്കൂട്ട യൂണിറ്റിൽ പരമാവധി അംഗങ്ങൾ എത്ര വരെ ആകാം? 20 വരെ, അല്ലെങ്കിൽ ആവറേജ് പറയുകയാണെങ്കിൽ 10 മുതൽ 20 വരെ. അയൽക്കൂട്ടം ആരംഭിച്ച ആദ്യ സ്ഥലം കല്യാശ്ശേരി, കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയാണ്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ആദ്യ അയൽക്കൂട്ടം ആരംഭിച്ചത് വെങ്ങോല, എറണാകുളം. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ആദ്യ അയൽക്കൂട്ടം ആരംഭിച്ചത് കോട്ടയം ജില്ലയാണ്. അയൽക്കൂട്ടത്തിന്റെ പേര്, ഭിന്നലിംഗക്കാരുടെ ആദ്യ അയൽക്കൂട്ടത്തിന്റെ പേര് മനസ്സുനി അയൽക്കൂട്ടം. മനസ്സുനി അയൽക്കൂട്ടം ആരംഭിച്ച വർഷം 2017 ഫെബ്രുവരി മാസം 13 ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാൽ ലോക വനിതാ ദിനം മാർച്ച് മാസം 8 എന്ന കാര്യം ഓർമ്മയിട്ട് വയ്ക്കാം. ഫെബ്രുവരി 13 ജനിച്ച ഒരു വ്യക്തിത്വമുണ്ട്, സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഇന്ത്യയിലെ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. സരോജിനി നായിഡു ജനനവർഷം 1879 ഫെബ്രുവരി 13. സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്ന INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരിയായ വനിത എന്ന് ചോദിച്ചാലും ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ എന്ന് ചോദിച്ചാലും ആൻസർ സരോജിനി നായിഡു ആണ്. ഇവിടെ 2 പോയിന്റ് കൂടി ഓർമ്മയിട്ട് വയ്ക്കാം. ഏറ്റവും കൂടുതൽ അയൽക്കൂട്ട യൂണിറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലും ഏറ്റവും കുറവാണെങ്കിൽ വയനാട് ജില്ല എന്ന കാര്യം കൂടി ഓർമ്മയിട്ട് വയ്ക്കാം.